നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് മണ്ഡലത്തിൽ പി സരിന്റെ പേര് നിർദ്ദേശിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് മറ്റ് മുന്നണികളുടെ തീരുമാനം വന്ന ശേഷമായിരിക്കും പ്രഖ്യാപനം. ആലത്തൂരിലും നെന്മാറയിലും 2 ടേം പൂർത്തിയാക്കിയവർ മത്സരിക്കില്ല. ആലത്തൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പൊന്നുകുട്ടന്റെ പേരും നെന്മാറയിൽ CPM ഏരിയ സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പ്രേമന്റെ പേരുമാണ് നിർദ്ദേശിച്ചത്. തൃത്താലയിൽ മന്ത്രി MP രാജേഷ് തുടരും. CPM മത്സരിക്കുന്ന മറ്റ് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാരെ നിലനിർത്തുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തിട്ടുണ്ട്. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. VS, പാലക്കാട് ഒരു കുറി കൂടി ഈ ഒരു ഗ്ലാമർ പോരാട്ടത്തിനുള്ള കളം ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് ഈ പ്രാഥമികമായ ചർച്ചകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ? ഈ പി സരിന്റെ പേര് അത് അന്തിമഘട്ടത്തിലും പരിഗണിക്കപ്പെടും എന്ന് തന്നെ ഈ നിമിഷം വിലയിരുത്താൻ കഴിയുന്നുണ്ടോ? മറ്റ് സിറ്റിംഗ് MLA-മാരുടെയൊക്കെ സാധ്യതകൾ എങ്ങനെയാണ്? ഒപ്പം MP രാജേഷ് എന്തായാലും മത്സരകളത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പിക്കാം ഈ ഘട്ടത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും വടക്കൻ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്നത് പാലക്കാട്ടായിരിക്കും. ഒന്ന് പാലക്കാട് മണ്ഡലത്തിലും മറ്റൊന്ന് തൃത്താലയിലുമായിരിക്കും. പാലക്കാട് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലമാണ്. രാഹുൽ മാങ്കൂട്ടം അവിടെ സ്വതന്ത്രനായി വരുമോ എന്നുള്ള ചർച്ചകൾ പോലും നടക്കുന്നു. കോൺഗ്രസ് ഏതായാലും പല പേരുകൾ അവിടെ പരിഗണിക്കുന്നു. സന്ദീപ് വാര്യനുണ്ട്, കണ്ണം ഗോപിനാഥനുണ്ട്, അങ്ങനെ പല പേരുകൾ കോൺഗ്രസിൻ്റെ പട്ടികയിലുണ്ട്. BJP ഒരു വിധം അവരുടെ സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് വരുന്നു. അങ്ങനെയാവുമ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ BJP നന്നായി കളത്തിലിറങ്ങുന്ന സമയം. അതോടൊപ്പം ആ മണ്ഡലത്തിൽ മത്സരം എന്ന് പറയുന്ന ത്രികോണ മത്സരം തന്നെയാണ്. അവിടെ CPM-ഉം ഒരു വലിയ പരീക്ഷണം നടത്തുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു കയറിയ ഉപതെരഞ്ഞെടുപ്പിൽ സരിനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. സരിൻ കോൺഗ്രസ് വിട്ട് CPM-ൽ എത്തിയ ശേഷം CPM ആദ്യം അവസരം നൽകിയ സരിൻ മത്സരിച്ചപ്പോൾ തന്നെ നല്ല വോട്ട് പിടിക്കാനും വേണ്ടി അവിടെ സാധിച്ചു എന്നുള്ളതാണ് CPM-ന്റെ കണക്കാക്കൽ. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് കണക്കാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സരിന് അവസരം കൊടുക്കാനാണ് സാധ്യത. സരിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ പാലക്കാട്ട് CPM-ന് കിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ സരിൻ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഈ ഒരു സാഹചര്യത്തിലും സരിനെ തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യത. അതോടൊപ്പം തൃത്താല മണ്ഡലത്തിൽ VT ബൽറാമിനോട് പോരടിച്ച് അവിടെ MP രാജേഷ് പിടിച്ചെടുത്ത മണ്ഡലമാണ്. ഇക്കുറിയും അവിടെ VT ബൽറാമും MP രാജേഷും തമ്മിലുള്ള മത്സരമായിരിക്കുമോ നടക്കുക എന്നുള്ളതാണ്. ഏതായാലും MP രാജേഷ് തന്നെയായിരിക്കും തൃത്താലയിൽ മത്സരത്തിന് CPM-ന് വേണ്ടി ഇറങ്ങുക. VT ബൽറാം അവിടെ കോൺഗ്രസിന് വേണ്ടി ഉണ്ടെങ്കിൽ അതും ഒരു ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. മറ്റിടങ്ങളിലൊക്കെ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും പാലക്കാട്ട് 2 ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുക തൃത്താലയിലും പാലക്കാട്ടുമായിരിക്കും. അതെ, പാലക്കാട്ടെ ഗ്ലാമർ പോരാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു എന്നതിന്റെ സമഗ്രമായ വിവരങ്ങളാണ് VS രഞ്ജിത്ത് നൽകിയത്.